ഇപ്പോൾ അർജുൻ്റെ ഫാമിലി കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളെ കാണുകയാണ്. പിന്നെ ഈ അവസരത്തിൽ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതുവരെ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ന്യൂസൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അർജുനെ പറ്റിയിട്ട്. അപ്പോൾ അവന് തിരിച്ചു കിട്ടുന്നത് വരെ തുടരണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ കുറേ കൂടി എന്തൊക്കെയോ അവർ യൂസ് ചെയ്തിട്ട് ഇനി എത്തുന്നേ ഉള്ളൂ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് അതിലും കൂടി നോക്കാം. ഏതായാലും നമുക്ക് വേണ്ടി ഇവിടുന്ന് പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. എല്ലാവർക്കും നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഏതായാലും ഈ ഒരു രക്ഷാപ്രവർത്തനം ഇതേ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് വരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ പോയ ചില ആളുകളെ മലയാളികളായിട്ടുള്ള ചില ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപകരണങ്ങളൊന്നും ഇല്ലാതെ കുറവുണ്ട് അവിടെ. ഇപ്പോൾ അവിടുന്ന് ഹസ്ബൻഡൊക്കെ പറഞ്ഞത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഈ ഒരു രക്ഷാപ്രവർത്തനം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ലഭിച്ച റിപ്പോർട്ട് എന്താണ്? പുതിയ സിഗ്നലുകൾ എന്തെങ്കിലും ലഭിച്ചോ? ഏത് ഭാഗത്താണ് പോകുന്നത്? അതായത് ഇപ്പോഴുള്ള അവിടെയുള്ള യൂസ് ഇതിലൊക്കെ അവർ തിരഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ പ്രത്യേകിച്ച് പക്ഷെ ആൾ പറയുന്നത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഉള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഡിറ്റക്ടറൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ല റഡാർ വെച്ച് യൂസ് ചെയ്താൽ കുറച്ചുകൂടി കിട്ടും. ഏതായാലും ഇപ്പം നടക്കുന്ന രീതിയിൽ തന്നെ നടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രതീക്ഷിക്കാം. ഈ രീതി തുടരണം. എല്ലാവർക്കും നമ്മുടെ കൂടെ നിൽക്കുന്നതിന് ഒരുപാട് താങ്ക്സ്. ചീരൂരിൽ കാണാതായ അർജുൻ്റെ സഹോദരിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോൾ നടക്കുന്നത് പോലെയുള്ള രക്ഷാപ്രവർത്തനം തുടർന്നാൽ ലോറി കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവച്ചത്.